ഇനിയെങ്കിലും നീ എടുത്തു ചാടി ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. നീ വന്ന നേരത്ത് അവിടെ എന്റെ മകനുണ്ടായിരുന്നു. മണ്ടത്തരം ഞാനല്ലല്ലോ കാണിച്ചത്, നിങ്ങളല്ലേ. എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ എന്റെ ഫോൺ എടുത്തു മാറ്റി. എന്നുവെച്ച് അവന്റെ മുന്നിൽ നീ വന്ന് പെട്ട എന്ത് ചെയ്യും? അല്ലെങ്കിൽ 100 പ്രശ്നങ്ങളാ അവിടെ. ഇതൊക്കെ എന്റെ ഫോൺ എടുത്ത് മാറ്റുമ്പോ ഓർക്കണമായിരുന്നു. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ വീടും വിട്ട് ഇവിടെ വന്ന് ഈ അജ്ഞാതവാസം നടത്തുന്നത്. അതെന്റെ ഗതികേട് എന്ന് കരുതി എന്റെ കുടുംബവും എന്റെ ചുറ്റുപാടും പാടെ ഉപേക്ഷിക്കാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും തന്നിട്ടില്ല. ഇനിയും അത് പ്രതീക്ഷിക്കണ്ട ആരും. അങ്ങനെയൊന്നും നിന്നോടാരും പറഞ്ഞില്ലല്ലോ, പിന്നെന്താ ഇപ്പോ? നിന്ന് നിൽപ്പില് ഫോണും കൂടി എന്റെ കയ്യിൽ നിന്ന് ഇല്ലാതായ ഞാൻ എന്ത് ചെയ്യും? എന്നെ പ്രതീക്ഷിച്ചു കഴിയുന്ന കുറെ പേരവിടെ ഇല്ലേ? വിളിച്ചാ കിട്ടാതിരുന്ന എന്താവും അവസ്ഥ? എല്ലാ പ്ലാനുകളും കൊണ്ട് നടക്കുന്ന നിങ്ങൾക്കെങ്കിലും അത് സ്വന്തം അനിയനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തായിരുന്നു. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. നിനക്കെന്റെ വാക്ക് വിശ്വസിക്കാം. കുഞ്ഞമ്മേ, ഇതാ ചായ. ശിവൻ സാർ എന്താ അവിടെ തന്നെ നിന്നേ? ചായ കുടിക്കാം, വരൂ. അവനവിടെ നിന്നോട്ടെ. ആ ജാനകി, നിന്റെ മോൻ ശിവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തെന്ന് കേട്ടല്ലോ. എന്താ അവന്റെ പ്രശ്നം? അത് കുഞ്ഞമ്മേ, ശിവൻ സാർ വിസ്മയ കുഞ്ഞിന്റെ കഴുത്തിന് പിടിക്കാൻ നിന്നപ്പോ ഞാൻ കേറി തടഞ്ഞു. എന്തെങ്കിലും പറ്റിയ വയറ്റുകണ്ണിയല്ലേ? അപ്പോ ശിവൻ സാർ എന്നെ ഒന്ന് തള്ളി. വീഴാൻ പോയ എന്നെ കണ്ടത് സത്യനാ. അവന്റെ തള്ളയല്ലേ ഞാൻ. അവനത് സഹിച്ചില്ല. അവൻ ശിവസാറിനെ കയറി പിടിച്ചു. ഞാൻ ഒരുവിധം പ്രശ്നമൊന്നുമില്ലാതെ ഒഴിവാക്കി വിട്ടതാ. അത്രേ ഉള്ളൂ. ഏതായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിക്കാതെ അവൻ ഇടപെട്ടത് ശരിയായില്ല. അയാൾ ആ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പെണ്ണുങ്ങളുടെ നേരെ കയ്യോങ്ങാൻ ചിലർക്ക് വലിയ ഇഷ്ടമാണെന്ന് വെച്ച് എല്ലാവരും അത് കണ്ടു നിൽക്കണമെന്നില്ല. വേണ്ട, നിന്നോട് ചോദിച്ചില്ല ഞാൻ. നോക്ക് ജാനകി, തല മാറുന്ന എണ്ണ തേക്കരുതെന്ന് അവനോട് പറയണം. അത്രേ ഉള്ളൂ. പറയാം കുഞ്ഞമ്മ. അവൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ല. ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. കുഞ്ഞമ്മയോടുള്ള ബഹുമാനം കൊണ്ടാ ഒടുക്കം അവനൊന്ന് ഒതുങ്ങിയത്. അല്ലെങ്കിൽ അവനെ തടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അത് നിനക്ക് ശിവനെ അറിഞ്ഞൂടാത്തതുകൊണ്ടാ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്താവശ്യമുണ്ടെങ്കിലും അതാദ്യം എന്നോട് പറയണം. എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. എന്തിനും ഞാൻ വഴിയുണ്ടാക്കാം. മനസ്സിലായോ? അതൊക്കെ മനസ്സിലായി. ഇപ്പൊ പക്ഷേ എനിക്ക് വേറൊരു അത്യാവശ്യമുണ്ട്. ജാനകി അകത്തേക്ക് ചെല്ല്. എന്താ അത്യാവശ്യം? ഏട്ടൻ എന്നെ കാണാത്തതിന് വാശി പിടിക്കുന്നുണ്ട്. എനിക്കൊന്ന് ചെന്ന് കാണണം, കണ്ടേ പറ്റും. അതൊന്നും നടക്കുന്ന കാര്യമല്ല വിസ്മയ. നിനക്കിങ്ങനെ തെക്കും വടക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. തൽക്കാലം ഫോണിലൂടെയുള്ള ഇടപാടൊക്കെ മതി. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് സ്വബോധം ഇല്ലെന്നല്ലേ മുൻപ് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോഴെന്താ, ആൾക്കാരെ തിരിച്ചറിയാനൊക്കെ ആയോ? ആയിന്ന് വേണം കരുതാൻ. ഏട്ടത്തിയെ തിരിച്ചറിഞ്ഞു. അപ്പോഴാ എന്നെയും കാണണമെന്ന് പറഞ്ഞത്. ശരി, ഞാൻ ഡോക്ടർ മായാവതിയോടൊന്ന് ചോദിക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം യാത്രയൊക്കെ. ഇപ്പൊ ഞാൻ പോവുക. ശരി.